വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. പ്രേക്ഷിത ദൗത്യം. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലായിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. ഈ സുവിശേഷത്തെ അറിയപ്പെടുക ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ്, വലിയ ദൗത്യം ഏൽപ്പിക്കൽ എന്നാണ്, വലിയ നിയോഗം എന്നാണ്. 4 സുവിശേഷങ്ങളിലും ഈ സുവിശേഷ ഭാഗം വിവരിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങളിലും, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 36 മുതൽ 49 വരെയുള്ള വചനങ്ങളിലും, യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനങ്ങളിലും, കൂടാതെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1 അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിലും ദ ഗ്രേറ്റ് കമ്മീഷൻ, ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രധാനമായി 10 കാര്യങ്ങളാണ്. ഒന്നാമത് വരുന്നത് ഗലീലിയ മലയും യേശുവും, ഗലീലിയ മിനിസ്ട്രി എന്ന് അറിയപ്പെടുന്ന ഭാഗം. രണ്ടാമത് സ്ത്രീകളുടെ സാക്ഷ്യം. മറിയവും ചെന്ന് ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുകയാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടു, നിങ്ങൾ ഗലീലി വരെ പോകണം. 3 മാലാഖയിലൂടെ ലഭിച്ച സന്ദേശം. മേരിയും കൂടി അതിരാവിലെ തന്നെ ശവകുടീരത്തിങ്കിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ദൈവദൂതൻ അവിടെ ഇരിക്കുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുക. 4 യേശുവിനെ അവർ ആരാധിച്ചു. 5 എല്ലാ അധികാരവും ഏൽപ്പിച്ചിരിക്കുന്നു. 6 പോകുക, ശിഷ്യരാക്കുക. 7 ബാപ്റ്റൈസ് ദം, അവരെ മാമോദീസ മുക്കുക. 8 മാമോദീസായുടെ ഫോർമുല യേശു തന്നെ നൽകിയതാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. 9 ടീച്ച് ദം, അവരെ പഠിപ്പിക്കുക. 10 ഐ ആം വിത്ത് യു ഓൾവേസ്, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഏതാനും വാക്കുകളിലൂടെ യേശു വളരെ ബൃഹത്തായ, വലിയ ശക്തമായ ചില തീരുമാനങ്ങൾ, ചില കാര്യങ്ങള് 12 ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുകയും ഫലമേൽപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ദ ഗ്രേറ്റ് കമ്മീഷൻ. സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ്, ഇന്ന് ലോകത്തില് എത്രമാത്രം ക്രിസ്ത്യാനികളുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവരുണ്ട്. 2021 കണക്ക് പ്രകാരം 2.18 2.18 ബില്യൺ ക്രിസ്ത്യാനികളാണ് ഈ ലോകത്തിലുള്ളത്. 8 ബില്യൺ ജനമാണ് ലോകത്തിലുള്ളത്. അതായത് 10,000 ലക്ഷമാണ് 1 ബില്യൺ എന്ന് പറയുന്നത്. ഒന്നിട്ടിട്ട്
9 പൂജ്യങ്ങൾ വരുമ്പോൾ 1 ബില്യൺ ആകും. ഇത്രയും ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ഒരു ഭൂഖണ്ഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു തന്റെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്നുള്ള പേരില്ല. അന്ത്യോക്യയിൽ വെച്ച് ലഭിച്ച പേരാണ് ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ. യേശു ഏൽപ്പിച്ച ദൗത്യം 11 ക്രിസ്ത്യാനികൾ, 11 ശിഷ്യന്മാരിലൂടെയാണ്. അവിടെ നിന്നുള്ള വളരെ 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 വലിയ ഒരു വളർച്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഈ വളർച്ചയ്ക്ക് അടിസ്ഥാനമായി വന്നത് യേശുവിന്റെ ആ ഭരമേൽപ്പിക്കലാണ്, ആ കമ്മീഷനിങ് ആണ്. ഒന്ന്, ഗലീലയിലെ യേശുവിന്റെ ജീവിതം. മത്തായിയുടെ സുവിശേഷ പ്രകാരം യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഗലീലിയയിൽ നിന്നാണ്. 4:12 പറയുകയാണ്, യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലോണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാന്റെ മറുകരയിൽ സെബുലോൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ആ ദീപ്തിയായി ഉദയം ചെയ്ത യേശു തന്റെ ഗലീലി മിനിസ്ട്രി പറയുകയാണ്, വിജാതിയർക്കായി, ബന്ധനസ്ഥനായവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു, ഒരു പ്രകാശം ഉദയം ചെയ്തു. ഗലീലി മിനിസ്ട്രിയുടെ അവസാനമാണ് യേശു ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന ആ സംഭവം മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തില് യേശു ഗലീലിയ മിനിസ്ട്രി, വിജാതിയർക്ക് വേണ്ടിയുള്ള മിനിസ്ട്രിയാണ് മത്തായിയുടെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഗലീലിയിൽ നിന്ന് ആരംഭിക്കുന്ന ആ മിനിസ്ട്രി ചെന്ന് അവസാനിക്കുന്നതും ഗലീലിയയിൽ തന്നെയാണ്. വിജാതിയരുടെ ഗലീലി എന്നാണ് ആ സ്ഥലത്തെ അറിയപ്പെടുക. വിജാതിയര്, യഹൂദരല്ല, വിജാതിയരായ മക്കള്, മറ്റു മതസ്ഥര്, മറ്റു സഹോദരങ്ങള് വസിക്കുന്നിടത്തേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. ആ ഗലീലിയ മിനിസ്ട്രിയില് യേശു ഉത്ബോധിപ്പിക്കുന്നത് പോകുവാനായിട്ട് വിവിധ ഭാഗങ്ങളില്, വിവിധ രാജ്യങ്ങളില്, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ ക്രിസ്ത്യാനികളാണുള്ളത്. ഏത് ഡിനോമിനേഷൻ ആകട്ടെ, യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ വചനം കേൾക്കുന്ന ആളുകളാണ്. ഈ ലോകത്തിൽ ആരെങ്കിലും യേശുവിന്റെ വചനം കേൾക്കാത്തവരുണ്ടായിരിക്കുമോ? ഇല്ല. ഏതെങ്കിലും തരത്തില് യേശുവിന്റെ വചനം കേൾക്കുകയും യേശുവിന്റെ അനുഭവം സിദ്ധിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള മക്കളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ദ ഗ്രേറ്റ് കമ്മീഷൻ രണ്ടാമത് വരുന്നത് മാലാഖമാരുടെ സന്ദേശമാണ്. ദ ഗ്രേറ്റ് കമ്മീഷൻ രണ്ടാമത് വരുന്ന മാലാഖമാരുടെ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് എങ്ങനെ കടന്നു വന്നു? ഈശോയുടെ ഉയർപ്പ് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷ പ്രകാരം ആദ്യം യേശു പ്രത്യക്ഷപ്പെടുന്നത് മറിയത്തിനും മറ്റേ മറിയത്തിനുമാണ്. അവര് രാവിലെ സാബത്ത് കഴിഞ്ഞ ഉടനെ തന്നെ യേശുവിന്റെ ശവകുടീരത്തിലേക്ക് അവർ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി എന്നാണ് പറയുക. ആ അവസരത്തില് യേശുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അവിടെ ഒരു മാലാഖ ഇരിക്കുന്നതായി കണ്ടു. വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങളുമായിട്ടാണ് മാലാഖ അവിടെ ഇരുന്നത്. ആ സ്ത്രീയോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ബൈബിളിൽ 365 പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു വചനമാണ് ഭയപ്പെടേണ്ട. ഇവിടെ 2 പ്രാവശ്യം ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. അപ്പൊ മാലാഖ പറയുകയാണ്, ഭയപ്പെടേണ്ട, അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ പോകുന്ന വഴിയില് ഗലീലിയിൽ വെച്ച് നിങ്ങൾ കാണും. അവർ പോകുന്ന വഴിയിലെ ഗലീലയിൽ വെച്ച്, വഴിയരികിൽ വെച്ചാണ് യേശുവിനെ കാണുന്നത്. ആ അവസരത്തിൽ
മറിയം കയറി യേശുവിന്റെ കാൽപാദങ്ങളെ പുൽകി എന്നാണ് കാണുക. അവളോട് പറയുകയാണ് യേശു, നിങ്ങൾ ശിഷ്യന്മാരുടെ അരികിലേക്ക് ചെന്ന് ഗലീലയിലേക്ക് വരുവാൻ പറയുക. അതാണ് സന്ദേശം. പ്രത്യേകം ഓർക്കുക, ഭയപ്പെടേണ്ടാത്ത ഒരു വലിയ സന്ദേശം മാലാഖയിലൂടെ ലഭിച്ചു എന്നുള്ളതാണ്. ആ സന്ദേശമാണ് പിന്നീട് കാണുന്നത്. ഭയപ്പെടേണ്ട. എനിക്കൊരു രോഗം വരുമ്പോൾ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ചിന്ത, ഈ കടബാധ എങ്ങനെ മാറ്റുമെന്നുള്ള ചിന്ത, മനഃശാസ്ത്രത്തില് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ആങ്സൈറ്റി ഡിസോർഡർ. അത് തുടങ്ങുന്നത് തന്നെ ഫോബിയ, ഭയം എന്നാണ് അതിന്റെ അർത്ഥം. പട്ടിയെ പേടി, എലിയെ പേടി, പലതിനെയും പേടിയായിട്ട് കഴിയുന്ന മനുഷ്യൻ. ഈ പേടിയായിട്ട് കഴിയുന്ന മനുഷ്യന് ജീവൻ നൽകുവാൻ, സൗഖ്യം നൽകുവാൻ യേശു കടന്നു വന്നിരിക്കുന്നു എന്നുള്ള വലിയ സന്ദേശമാണ് ഉയർപ്പില് ഒന്നാമതായി നമുക്ക് നൽകുന്നത്. പോകുന്ന വഴിക്ക് യേശുവിനെ ഈ സ്ത്രീകൾ കാണുകയാണ്. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരായിരിക്കാം, യാത്രയ്ക്കായി ഒരുങ്ങുന്നവരായിരിക്കാം. നിങ്ങൾ പോകുന്ന വഴിയില് ദൈവത്തിന്റെ സന്ദേശം, ദൈവവചനമായി നിങ്ങളിലേക്ക് കടന്നു വരും. ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഡൽഹിയിൽ ഞാൻ ധ്യാനം നടത്തുകയാണ്. ആ ധ്യാനം നടത്തുന്ന അവസരത്തിൽ ധ്യാനം അവസാനിച്ചു. അവസാനത്തെ സന്ദേശമായിട്ട് പറയുകയാണ്, പോകും വഴി അവർ സുഖപ്പെട്ടു. ഈ വചനം ചൊല്ലിക്കൊണ്ട് പോവുക. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ രോഗങ്ങള് എടുത്തു മാറ്റുന്ന യേശു നിങ്ങൾക്ക് ആശ്വാസം നൽകും, സൗഖ്യം നൽകും. ഡൽഹിയിൽ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സഹോദരി വിശ്വസിച്ചു. 12 വർഷമായിട്ട് വളരെ ശക്തമായ രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുകയാണ് ഡൽഹിയില്. പല മരുന്നുകളും പല ആശുപത്രികളിലും പോയി. അവൾ വിശ്വസിക്കുകയാണ്. ഒരു വൈദികൻ പറഞ്ഞു തന്ന ആ വചനം ആവർത്തിച്ചു കൊണ്ടുപോവുകയാണ്. 10 കുഷ്ഠരോഗികൾ യേശുവിനെ സമീപിക്കുന്നുണ്ട്. യേശു ആ കുഷ്ഠരോഗികളോട് പറയുകയാണ്, നിങ്ങൾ പുരോഹിതന്റെ അടുക്കലേക്ക് പോവുക. അവർ പോകുന്ന വഴിയിൽ കർത്താവ് സൗഖ്യപ്പെടുത്തി. അതുപോലെ ഈ വചനം പറഞ്ഞുകൊണ്ട് പോകുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കർത്താവ് ശക്തമായ സൗഖ്യം നൽകി. ഇത് ഒരു അനുഭവം മാത്രമല്ല പ്രിയമുള്ളവരെ, ഇതുപോലെ പല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കും. കാരണം വചന ശുശ്രൂഷയില് പല സ്ഥലങ്ങളിലൂടെയും പല രാജ്യങ്ങളിലൂടെയും പല സംസ്ഥാനങ്ങളിലൂടെയും പോകുമ്പോൾ ദൈവവചനമാണ് അവർക്ക് നൽകുന്നത്. ആ ദൈവവചനം 1000 പന്തങ്ങളായിട്ട് ഉയർന്നു വന്ന് ആ പന്തത്തിന്റെ ചൂടേറ്റ്, ദൈവവചനത്തിന്റെ ചൂടേറ്റ്, ദൈവവചനം ആഴമായിട്ട് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിക്കൊണ്ട് യേശുവിന്റെ സന്നിധിയിൽ നിന്ന് പോകുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നു. 3, ദ ഗ്രേറ്റ് കമ്മീഷനിലെ 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ സാക്ഷ്യമാണ്. യഹൂദ സംസ്കാരത്തില്, പഴയ നിയമ കാലഘട്ടത്തില് സ്ത്രീകളുടെ സാക്ഷ്യം ആരും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ സ്ത്രീകളുടെ കാര്യം പ്രത്യേകമായിട്ട് മത്തായി സുവിശേഷകൻ പറയുകയാണ്. 2 സ്ത്രീകൾ, മറിയവും മറ്റേ മറിയവും, അവർക്ക് മാലാഖയിൽ നിന്ന് കിട്ടിയ സന്ദേശവും അവർ പോകുന്ന വഴിയില് യേശുവിന്റെ അനുഭവം അവർക്ക് ലഭിച്ചതും അവർ ആ 11 ശിഷ്യന്മാരുടെ അരികിൽ പോയി പറയുക. അവർ ഭയവിഹ്വലരാണ്, അവർ പേടിയിലാണ്. ഈ പേടിയിലായിരിക്കുന്നവരുടെ അരികിലേക്ക് കടന്നു ചെന്ന 2 സ്ത്രീകള്, ദുഃഖത്തിൽ കഴിയുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പലപ്പോഴും അമ്മമാരും സഹോദരിമാരും കടന്നു വന്ന് ആശ്വസിപ്പിക്കുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളില് സ്ത്രീകൾ കടന്നു വരുന്നില്ലേ, ആശ്വാസമായി, സമാധാനമായി, ശാന്തിയായി. മത്തായി സുവിശേഷകൻ എത്രയോ ഇമ്പോർട്ടൻസ് ആണ്, എത്രയോ പ്രാധാന്യമാണ് സ്ത്രീകൾക്ക് നൽകുന്നത്. നമ്മുടെ സമൂഹത്തില് സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമൊക്കെ അല്ലേ ക്രിസ്തുവിന്റെ വരവിന് ശേഷം 2024 വർഷമായിട്ടും ഇന്നും തുടരുന്നത്. സുവിശേഷകൻ പ്രാധാന്യം നൽകുന്നത് സ്ത്രീക്കാണ്, സ്ത്രീകളുടെ സാക്ഷ്യത്തിനാണ്. യേശു പ്രത്യക്ഷപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷ പ്രകാരം ആദ്യം സ്ത്രീകൾക്കാണ്. അത്രമാത്രം ദൈവം, യഹോവയെ, യേശു
ഈ സ്ത്രീകളെ സ്നേഹിക്കുന്നു. എല്ലാ വിജയത്തിന്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. ആ സ്ത്രീയുടെ സാക്ഷ്യം ആ 11 ശിഷ്യന്മാര് സ്വീകരിക്കാൻ തയ്യാറായി. അതുകൊണ്ട് ഭയവിഹുലരായി സെഖിയോൻ മാളികയില് ഒരുമിച്ച് കൂടിയിരുന്ന ആ 11 പേരുടെ അരികിലേക്ക് കടന്നു ചെന്ന്, നിങ്ങൾ ഗലീലയിലേക്ക് പോകണം, യേശു നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്നുള്ള വലിയ സന്ദേശം ഈ സ്ത്രീകളിലൂടെയല്ലേ നൽകിയത്? സമ്പ്രായക്കാരി സ്ത്രീയെ നമുക്കറിയാം. അവളുടെ അരികിലേക്ക് യേശു കടന്നു ചെന്നിട്ട്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക. അവൾ ആദ്യം കൊടുക്കാൻ മടിച്ചു. അപ്പോൾ യേശു പറയുന്നുണ്ട്, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അവന് ജീവജലം അവന് കൊടുക്കുമായിരുന്നു, ആ വെള്ളം കൊടുക്കുമായിരുന്നു. യേശു പറയാ, ജീവജലം എന്നിലാണ്. ആ ജീവജലം അവൾ കുടിച്ചു. അവൾ മനസ്സിലാക്കി, അവളുടെ കാര്യങ്ങൾ അറിഞ്ഞ യേശു അവൾ നാട്ടിലേക്ക് ചെല്ലുകയാണ്. ഷീ ഈസ് ദ ഫസ്റ്റ് മിഷണറി എന്നാണ് പറയുക. അവളാണ് ആദ്യത്തെ മിഷണറി. ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മിഷണറിമാരാണ് ആ 2 സ്ത്രീകള്. നമ്മുടെ മിഷൻ സ്ഥലങ്ങളില് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സഹോദരിമാരെ, സിസ്റ്റേഴ്സ് അല്ലേ കടന്നു ചെന്ന് ശക്തമായ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ വചനത്തിലൂടെയല്ലേ വൈദികർക്ക് അവിടെ ചെന്ന് കുർബാന അർപ്പിക്കുവാനും അവിടെ ശുശ്രൂഷ ചെയ്യുവാനും സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഈ സ്ത്രീകളെ തിരുസഭ വളരെ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ വളരെ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. നമ്മുടെ സഭയില് വിശുദ്ധരായി തീർന്ന അൽഫോൻസാമ്മ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്. മദർ തെരേസ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. എത്രയോ സ്ത്രീകളാണ് വിശുദ്ധര ഗണത്തിലേക്ക് വന്നത്. അതാണ് ഗ്രേറ്റ് കമ്മീഷൻ, നോട്ട് ഓൺലി ടു ദ ഡിസൈപ്പിൾസ് ബട്ട് ഓൾസോ ടു ദ ലേഡീസ്. 4, യേശുവിനെ അവർ ആരാധിച്ചു. ആ 2 സ്ത്രീകളുടെ വചനം വഴിയായിട്ട് ശിഷ്യന്മാര് 11 പേര് ഗലീലയിലേക്ക് ചെല്ലുകയാണ്. യേശുവിന്റെ മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ യേശു ഗലീലയിൽ നിന്നാണെന്ന് നമ്മൾ ആരംഭത്തിലേ പറഞ്ഞു. ഇതാ യേശുവിന്റെ മിനിസ്ട്രി അവസാനിക്കുന്നു. അവര് പറഞ്ഞതനുസരിച്ച്, 2 സ്ത്രീകളുടെ സാക്ഷ്യം അനുസരിച്ച് ആ ഗലീലയിലേക്ക് ചെല്ലുകയാണ്. അവിടെ കാണുകയാണ് യേശുവിനെ അവർ ആരാധിച്ചു. ഇന്ന് യേശുവിനെ ആരാധിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കളല്ലേ ഉള്ളത്. എത്രയോ രാജ്യങ്ങളിലാണ് യേശുവിനെ ആരാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നൊക്കെ പറയുന്ന അമേരിക്കയെ എടുക്കുക, അത് ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ കൺട്രി. ദൈവവചനമാണ് അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദൈവവചനമാണ് അവരെ നയിക്കുന്നത്. എത്രയോ രാജ്യങ്ങളുണ്ട്, എത്രയോ സ്ഥലങ്ങളുണ്ട് യേശുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, യേശുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തില് ക്രിസ്ത്യൻ സമൂഹങ്ങളൊക്കെ അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലല്ലേ മുരിങ്ങൂർ ധ്യാന കേന്ദ്രം ഉണർന്നു വന്നത്. അതിനോടൊപ്പം തന്നെ എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ, 100-ൽ പരം ധ്യാന കേന്ദ്രങ്ങൾ ഉണർന്നു വന്നു. അതിലൊരു ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് നിൽക്കുവാൻ എനിക്ക് സാധിച്ചു. 14 കൊല്ലം എളിയ ശുശ്രൂഷകൾ ചെയ്തു. എല്ലാ ദിവസവും 5:30 പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ജനമധ്യത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ജനങ്ങളോടൊപ്പം ആരാധിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയില് ദൈവം ഇടപെടുമായിരുന്നു. 100 കണക്കിന് രോഗികൾ ആരാധനയില് സുഖപ്പെട്ടിരുന്നു. ഇതിന് മാതൃകയായിട്ടുള്ളത് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ ആരാധിച്ചു. ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചു കാര്യം പറയട്ടെ. ബാംഗ്ലൂരിലെ ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ ധ്യാനം നടത്തുകയാണ്. പൂതക്കുഴി അച്ഛനും ഞാനും കൂടിയാണ് നടത്തുന്നത്. അവിടെ ധ്യാനത്തില് പരിശുദ്ധ കുർബാന ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരു നായർ സ്ത്രീ, അവൾക്ക് ശക്തമായ ആസ്മയാണ്, രോഗമാണ്. ആ രോഗത്തിന്റെ അവസരത്തില് അവൾ ഈശോയോട് പറയുകയാണ്, ആ പരിശുദ്ധ കുർബാനയോട് പറയുകയാണ്,
യേശുവേ, എനിക്ക് അങ്ങയെ ആരാധിക്കുവാൻ കഴിയുന്നില്ല. യേശുവേ, എന്റെ ആസ്മയെ എടുത്തു മാറ്റണമേ. അവളുടെ ഇരു കരങ്ങളും യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് അവൾ പ്രാർത്ഥിക്കുകയാണ്. യേശു ആ നിമിഷം തന്നെ അവളെ സൗഖ്യപ്പെടുത്തി. യേശുവിനെ കണ്ടപ്പോൾ ആരാധിക്കുക. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച ആ സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അറിയാതെ തല കുമ്പിടാറില്ലേ? ആരാധന ഉയർത്തുമ്പോൾ, ആരാധന അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, പരിശുദ്ധ പരമദീവികാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും. യേശുവിനെ കണ്ടപ്പോൾ ആരാധിച്ചു. വചനം ഇന്ന് യേശുവിനെ കാണുന്നതാണ്. ബൈബിളിലെ ഓരോ വചനങ്ങളും അഗ്നിയാണ്. ആ അഗ്നിയെ എടുത്ത് വിഴുങ്ങണം. നമ്മള് ആ അഗ്നിയെ എടുത്ത് നമ്മുടെ ശരീരത്തിൽ വയ്ക്കണം. വചനത്തിൽ യേശുവാണ്. ആ വചനത്തെ നമ്മൾ എത്രമാത്രം സ്നേഹത്തോടെ, എത്ര വിശ്വാസത്തോടെ നമ്മൾ സ്വീകരിക്കുന്നു. അവിടെ വചനത്തിൽ പറയുകയാണ്, they worshipped him, some doubted. അപ്പൊ 11 പേരെ യേശുവിനെ കാണുമ്പോൾ ചില ആളുകൾ യേശുവിനെ സംശയിച്ചു. അവരുടെ സംശയം ഉണ്ടെങ്കിലും യേശു ഒന്നും പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തില് അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അവിടെ തളിരിടുന്ന വിശ്വാസം, ആ യേശുവിന്റെ വചനങ്ങൾ അവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മള് യേശുവിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം കടത്തി വയ്ക്കുമ്പോൾ നമ്മളും ഇതുപോലെ ചെറിയ ചെറിയ വലിയ വലിയ സംശയങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിയുമ്പോൾ ആ സംശയമെല്ലാം മാറുകയാണ്. തോമാസ് ശ്ലീഹായുടെ ജീവിതം നമുക്കറിയാം. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായി കടന്നു വരിക. എന്റെ മുറിവുകൾ കാണുക, എന്റെ കാലിലെ മുറിവുകൾ കാണുക, കയ്യിലെ മുറിവുകൾ കാണുക, എന്റെ വിലാപ്പുറത്തെ, എന്റെ ഹൃദയത്തിലെ മുറിവുകൾ കാണുക. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ള ആ വലിയ പ്രബോധനം, ആ വലിയ വിശ്വാസ പ്രഘോഷണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തളിരിടുന്നില്ലേ? എത്രയോ പ്രാവശ്യമാണ് നമ്മൾ യേശുവിനെ മൈ ലോർഡ് മൈ ഗോഡ് എന്ന് വിളിച്ചിട്ടുള്ളത്. ശക്തമായ രോഗങ്ങളുമായിട്ട് ആളുകൾ വരുമ്പോൾ ഞാൻ ആളുകളോട് പറയും, നിങ്ങൾ 1000 പ്രാവശ്യം മൈ ലോർഡ് മൈ ഗോഡ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറയുവാൻ. അങ്ങനെ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുന്ന 1000 അനുഭവങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചു കാര്യം, എറണാകുളത്തു നിന്നും ലെപ്രസി ബാധിച്ച, കുഷ്ഠരോഗം ബാധിച്ച ഒരു സ്ത്രീ കുറെ അധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗ്രാം ധ്യാന കേന്ദ്രത്തിൽ വന്നു. അവിടെ കാലിലെ മുറിവുകൾ ഉണങ്ങുന്നില്ല. അവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുമ്പോൾ, പരിശുദ്ധ ജപമാല ചെല്ലുമ്പോൾ, പരിശുദ്ധ കുർബാനയില് അവളുടെ കാലുകളൊക്കെ, ജനത എന്നാണ് ആ സഹോദരിയുടെ പേര്, അവളുടെ കാലുകളൊക്കെ സൗഖ്യപ്പെടുത്തി. ഒരുപക്ഷെ യേശു പറഞ്ഞതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് ചേരാം. മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. സ്തുതിയുടെ സിംഹാസനത്തില് ദൈവം ഇടപെടും. ചിലപ്പോഴൊക്കെ വളരെ ഉച്ചത്തിൽ നമ്മളൊന്ന് സ്തുതിക്കണം. ഞാൻ ചില അവസരങ്ങളിൽ വളരെ ഉച്ചത്തില് ഞാൻ തനിച്ചിരുന്നുകൊണ്ട് എന്റെ കാറിലിരുന്ന് സ്തുതിക്കും, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ എനിക്കൊരു സെന്റർ ഉണ്ട് ഒടിയപാറയില്, റോസറി ഹെർമിറ്റേജ് എന്ന് പറയുന്ന സെന്ററിൽ. അവിടെ മുറിയെല്ലാം അടച്ചിട്ടിട്ട് ഞാൻ ഉറക്കെ ഇരുന്ന് ആരുമില്ലെങ്കിലും സ്തുതിക്കും. നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ പറ്റുന്ന സ്വരത്തില് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, വചനം വായിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ദൈവം വലിയ ശക്തമായ അധികാരങ്ങൾ അവിടുന്ന് ഏൽപ്പിക്കും. ദ ഗ്രേറ്റ് കമ്മീഷനിങ്ങില് 5ാമത് വരുന്നത്, എല്ലാം അവരെ ഫരമേൽപ്പിച്ചു, അധികാരം ഫരമേൽപ്പിച്ചു എന്ന. തൻ്റെ ജീവിതം അവിടുന്ന് യോർദാൻ നദിക്കരയില് മാമുദീസ സ്വീകരിച്ചപ്പോൾ തുടങ്ങി. 40 ദിവസം മലയിൽ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. ആ പരസ്യ ജീവിതം മുതൽ
എന്തെല്ലാം വചനങ്ങൾ യേശു പറഞ്ഞു അതെല്ലാം പാലിക്കാൻ അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പെസഹ രാത്രിയാണ്. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയില് അപ്പമെടുത്ത് അരുളി ചെയ്തു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് അരുളി ചെയ്തു, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. ആ ദൗത്യമല്ലേ, പരിശുദ്ധ കുർബാനയല്ലേ ആരംഭം മുതൽ ഈ ക്രിസ്ത്യാനികളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്? ഇന്നും വളരെ ഭക്തിപൂർവം കൊടുവേലി ആശ്രമത്തില് ഞാൻ പരിശുദ്ധ കുർബാന ചൊല്ലിയ ഒരച്ഛനാ. ആ പരിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ, വളരെ ഭക്തിയോടെ ചെല്ലുമ്പോൾ, ഉറക്കെ ചെല്ലുമ്പോൾ, വളരെ നല്ലൊരു ജനത ആ LF മോണസ്ട്രി കൊടുവേലിയിലുണ്ട്. അവര് അതിനോട് സഹകരിക്കും. പ്രാർത്ഥനകള് ഉറക്കെ ചെല്ലുക, പ്രാർത്ഥനകള് നല്ല രീതിയിൽ നയിക്കുക. ദൈവം നമ്മെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നതാണ്. യേശു ഒരു വചനം പറയുന്നില്ലേ, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൂടിയാണ്. ദ പ്രീസ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നതാണ്. എന്റെ ഒരു കാഴ്ചപ്പാടില് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയേക്കാൾ വളരെ ശക്തമായ പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ദ പ്രീസ്ലി പ്രയർ. That prayer we have to follow in the life as a Christian. ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശു ഫലമേൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകള്, യേശു ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകണമെന്നാണ് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്യുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് മെത്രാന്മാരുണ്ട്, കർദിനാളന്മാരുണ്ട്, സന്യാസികളുണ്ട്, അൽമായരുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നതല്ലേ തിരുസഭ. ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തില് ക്രിസ്ത്യാനികൾ കുറെയൊക്കെ ഭിന്നിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിലും നാവിലും വെട്ടിത്തിളങ്ങുന്നത് ക്രിസ്തുവിന്റെ വചനമാണ്. ക്രിസ്തുവാണ്, ദൈവവചനമാണ്. ആ ദൈവവചനത്തെ ആകെ പുൽകാനായിട്ടുള്ള വലിയ ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. യേശു ഏൽപ്പിച്ച ആ ദൗത്യം, all the authority in heaven and earth, ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സർവ്വ അധികാരങ്ങളുമാണ് പരിശുദ്ധ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ പിതാവിലൂടെ മെത്രാന്മാരും കർദിനാളന്മാരും പുരോഹിതരും സന്യാസികളും നടത്തുന്നത്. അതുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് വലിയ ജോലിയല്ല, വലിയ ദൗത്യമല്ല. അത് ക്രിസ്തുവിനുള്ള സേവനമാണ്, ക്രിസ്തുവിനുള്ള ജീവിതമാണ്. അതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ യേശു പറഞ്ഞില്ലേ, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് അഗ്നിയായി, കാറ്റായി, തീയായി, വെള്ളമായി, മുദ്രയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആത്മാവിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. യേശു പറഞ്ഞില്ലേ, ജെറൂസലേം വിട്ടുപോകരുത്, യൂദായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷ്യം വഹിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിൽ 9-ാം വചനത്തിൽ അതാണ് പറയാം, ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷ്യം വഹിക്കണം. ദ ഗ്രേറ്റ് കമ്മീഷനില് 6-ാമത്തെ പോയിന്റ്, പോകുക. യു ഗോ ആൻഡ് മേക്ക് ദ ഡിസൈപ്പിൾസ്. യു ഗോ ആൻഡ് മേക്ക് ദ ഡിസൈപ്പിൾസ്. നിങ്ങൾ പോകണം. തോമസ് ലീഹ ആ സെഹിയോൻ മാളികയിൽ നിന്നും യാത്ര ചെയ്ത് നമ്മുടെ ഭാരതത്തിൽ കൊടുങ്ങല്ലൂർ എത്തിയില്ലേ AD 52. അതുപോലെ ലോകം മുഴുവനും നമ്മുടെ ശിഷ്യന്മാര്, യേശുവിന്റെ ശിഷ്യന്മാര് പോവുകയാണ് ചെയ്തത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ മിഷണറിമാര് പോയിട്ടില്ലേ? പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ നിന്നുള്ള അംഗങ്ങള്. മിക്കവാറുമുള്ള മിഷൻ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ എനിക്കിട വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അനുജൻ ബിഷപ്പ് ബെന്നി വർഗീസ് നാഗാലാൻഡിലും ഇപ്പോൾ അരുണാചൽ പ്രദേശില് ബിഷപ്പായി ഇരിക്കുമ്പോഴും പലയിടത്തും പോകുവാനും പ്രസംഗിക്കുവാൻ. യു ഗോ ആൻഡ് മേക്ക് ദ ഡിസൈപ്പിൾ. യു ഗോ ആൻഡ് മേക്ക് ദ ഡിസൈപ്പിൾസ്. ആ ദൗത്യമാണ്, ആ കർത്തവ്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പോകുവാനായിട്ട് നല്ല ദൈവവിളികൾ ഉണ്ടാകണം. ദൈവവിളിക്കായി പ്രാർത്ഥിക്കണം.
ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ ധാരാളമായ ദൈവവിളികൾ ഉണ്ടായിരുന്നത്. ഇന്ന് സന്യാസിനി സമൂഹത്തിലേക്ക് ദൈവവിളി കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിനെന്ന് ആ വചനം ഉദ്ഘോഷിച്ചുകൊണ്ട്, വിളവിന്റെ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഭവനത്തില് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരാൾ ബോംബെയിൽ ജോലി ചെയ്യുന്നു, സേവനം ചെയ്യുന്നു. മറ്റൊരാള് നാഗാലാൻഡില് വിദ്യാഭ്യാസ രംഗത്താണ്. എൻ്റെ അനുജൻ ബിഷപ്പായിട്ട് സേവനം ചെയ്യുന്നു. കർത്താവിന്റെ വചനം പേറുന്നവരാണ്, കർത്താവിന്റെ വചനത്തിനായി ജീവിക്കുന്നവരാണ്. എൻ്റെ അപ്പന്റെ ഒരു സാക്ഷ്യമുണ്ട്. അപ്പം പറയാണ്, കർത്താവേ, നിന്റെ മുന്തിരിത്തോപ്പിലേക്ക് ധാരാളം സന്യാസികളെയും പുരോഹിതന്മാരെയും അയക്കണമേ. അപ്പന്റെ ഒരു പ്രാർത്ഥന എപ്പോഴും എൻ്റെ ജീവിതത്തിൽ മുഴങ്ങി കേൾക്കുന്നതാണ്. ആ 4 എൻ്റെ ഭവനത്തിലെ 9 മക്കൾക്ക് വേണ്ടിയും എൻ്റെ പിതാവ് എല്ലാ ദിവസവും ഓരോ ജപമാല ചൊല്ലുമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പില് വൈദികനായി നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് സാധിക്കുന്നത് എൻ്റെ പിതാവിൻ്റെയും മാതാപിതാക്കന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും പ്രാർത്ഥന കൊണ്ടാണ്. പോകുക, നിങ്ങൾ ശിഷ്യപ്പെടുത്തുക. അതായിരുന്നു യേശുവിൻ്റെ 6ാമത്തെ ഈ ഗ്രേറ്റ് കമ്മീഷനിൽ വരുന്ന ഭാഗം. ദ ഗ്രേറ്റ് കമ്മീഷനിൽ 7ാമത് വരുന്നത് യു ബാപ്റ്റൈസ് ദം, അവരെ മാമോദീസ മുക്കുക. അതിന്റെ ഫോർമുലയും യേശു തന്നെ പഠിപ്പിച്ചതാണ്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക. 3 തരത്തിലുള്ള മാമോദീസയുണ്ട്. ആഗ്രഹത്താലുള്ള മാമോദീസ, രക്തസാക്ഷിത്താലുള്ള മാമോദീസ, ജലത്താലുള്ള മാമോദീസ. നമ്മുടെ സഭയില് കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴുള്ള മാമോദീസയുണ്ട്, മുതിർന്നവർക്കുള്ള മാമോദീസയുമുണ്ട്. ആ ജലം, വിശുദ്ധീകരിക്കപ്പെട്ട ജലം ആ കുഞ്ഞിന്റെ അല്ലെങ്കിൽ പ്രായം ചെന്ന ഒരു വ്യക്തിയുടെ ശിരസിൽ ഒഴിക്കുമ്പോൾ പിതാവിൻ്റെയും ആമേൻ, പുത്രന്റെയും ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. അപ്പൊ യേശുവിന്റെ മകനും മകളുമാകുവാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് മാമോദീസ. യേശുവിനോട് കൂടെ മരിക്കുകയാണ്, യേശുവിനോട് കൂടെ ഉയർക്കുകയാണ്. മാമോദീസായിൽ നമുക്ക് നല്ലൊരു പേര് ലഭിക്കുകയാണ്, കത്തോലിക്ക സഭയുടെ അംഗമാവുകയാണ്, പരിശുദ്ധ പിതാവിന്റെ മകനും മകളുമായി തീരുകയാണ്, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായി മോചിപ്പിക്കുകയാണ്, ഉത്ഭവഭാവത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയാണ്. ഈ ഇന്ത്യയില് മിഷൻ പ്രവർത്തനത്തിലൂടെ ആയിരങ്ങൾ യേശുവിനെ അറിഞ്ഞ് യേശുവിന്റെ അനുഭവം സിദ്ധിച്ച് കടന്നു വന്നിട്ടില്ലേ? ഒരുപക്ഷെ ഈ വചനം കുറച്ച് ദീർഘമാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷെ ഈ വചനം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ദൈവം അവരുടെ ഹൃദയങ്ങളിലേക്ക് എനിക്ക് യേശുവിനെ പോലെയാകണമെന്നോ ആഗ്രഹത്താലുള്ള മാമോദീസയായിരിക്കാം, രക്തത്താലുള്ള മാമോദീസയായിരിക്കാം, ജലത്താലുള്ള മാമോദീസയായിരിക്കാം ഈ അച്ഛന്റെ ഈ ചെറിയ വചന പ്രഘോഷണത്തിലൂടെ ഉണ്ടാകുന്നത്. ഞാൻ ഓർക്കുകയാണ്, രാജൻ എന്ന് പറയുന്ന വ്യക്തി ഇടുക്കിയിൽ നിന്ന് കടന്നു വന്നു. വളരെ ശക്തമായ ആസ്മയാണ്. ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സ്നേഹമുള്ളവരെ, ഒരു ദിവസം പ്രാർത്ഥനയുടെ സമയത്ത് ഈ രാജന് പൂർണ്ണമായ രോഗസൗഖ്യം ലഭിച്ചു. പിന്നീട് അവൻ കാറ്റക്കിസം ഒക്കെ പഠിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് മാമോദീസ സ്വീകരിച്ചു. ഇതുപോലെ നൂറുകണക്കിന് മക്കള് യേശുവിലേക്ക് കടന്നു വന്ന യേശുവിന്റെ അനുഭവം സിദ്ധിച്ചാണ് മാമോദീസ സ്വീകരിക്കുന്നത്. യേശുവിന്റെ അനുഭവം ലഭിക്കുമ്പോൾ എങ്ങനെ മറച്ചു വെക്കാൻ കഴിയും? യേശുവിന്റെ അനുഭവം ലഭിക്കുമ്പോൾ എങ്ങനെ അത് ഉപേക്ഷിക്കാൻ കഴിയും? ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച് ഈ കാര്യങ്ങള് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പൊ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും ഒക്കെ മറച്ചു വെച്ച് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കുകയാണ്. ദ ഗ്രേറ്റ് കമ്മീഷനിലെ 9ാമത്തേത് ടീച്ച് ദം. യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തില് യേശു ശിഷ്യന്മാരായി ഈ 11 പേര് എന്തൊക്കെ കേട്ടോ അതൊക്കെ പഠിപ്പിക്കാനായിട്ടാണ് യേശു പറഞ്ഞത്. പഠിപ്പിക്കുക മാത്രമല്ല, സൗഖ്യം കൊടുക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് 3-ാം അധ്യായത്തിൽ
ജന്മനാ മുടന്തനായ മനുഷ്യൻ അവിടെ കിടക്കുമ്പോൾ പത്രോസ് യോഹന്നാനും ഒരുമിച്ച് പറയുക, പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. യേശുവിന്റെ നാമത്തില് നീ അവിടെ പഠിപ്പീരാണ് നടന്നത്. സെഞ്ചൂറിയൻ പത്രോസ് സീലാസും രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കുത്തി മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ അരുത് എന്ന് പറഞ്ഞ് പൗലോസ്ലീഹ കടന്നു ചെല്ലുകയാണ്. ഞാൻ എന്തു ചെയ്യണമെന്നാണ് കാവൽക്കാരൻ ചോദിക്കുന്നത്. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം കേൾക്കുന്ന മക്കളെ, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങൾ കടന്നു വരും. കർത്താവിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മക്കളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. യേശു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കടബാധ്യതകൾ മാറും, ദുഃഖങ്ങൾ മാറും. മക്കളില്ലാത്തവർക്ക് ദൈവം മക്കളെ നൽകും. ദൈവത്തിന്റെ 100 അനുഭവങ്ങൾ ദൈവം തരും. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും നിങ്ങളെ ദൈവം രക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ലങ്സിൽ ക്യാൻസറുമായിട്ട് വന്നിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ലങ്സിലേക്ക് കർത്താവ് കടന്നു വന്ന് അരുളി ചെയ്യുന്നു, ഞാനാണ് ജീവൻ. ആ ജീവൻ നൽകിക്കൊണ്ട് നിന്റെ ക്യാൻസർ, നിന്റെ തകർച്ചകള് എടുത്തു മാറ്റുകയാണ്. വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദ ഗ്രേറ്റ് കമ്മീഷൻ 10ാമത്തെ പോയിന്റ്, ഐ ആം വിത്ത് യു ഓൾവേസ്. ഓർക്കുക, ഞാൻ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നില്ലേ, 6ാം അധ്യായം, ഞാൻ ജീവന്റെ അപ്പമാണ്. ഇന്ന് ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നില്ലേ? ആ പരിശുദ്ധ കുർബാനയിലൊക്കെ പറയുന്ന വചനമല്ലേ, ഐ ആം ഓൾവേസ് വിത്ത് ഹിം, ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം. കുദാശവചനങ്ങളൊക്കെ ഉച്ചരിച്ചതിന് ശേഷം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് ലാറ്റിൻ കുർബാനയിൽ പറയാം, ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം. കർത്താവ് നമ്മോട് കൂടെ കടന്നു വരികയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നിന്ന് കടന്നു വരിക, ലോകാവസാനം വരെ അവിടെ ഉണ്ടാകും. വചനത്തിലൂടെ കടന്നു വരിക, ലോകാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. ശുശ്രൂഷയിലൂടെ കർത്താവ് കടന്നു വരികയാ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതാണ് യേശു അവസാനമായിട്ട് പറയുന്നത്. ആ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ആമേൻ എന്നുകൂടി ഉള്ളതായിട്ട് ചില മാനുസ്ക്രിപ്റ്റുകളിൽ കാണാം. ആമേൻ. അങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം എഴുതുന്നതിന് മുമ്പുള്ള സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നതിന് മുമ്പുള്ള വചനമാണ്, ഒരു പുസ്തകമാണ് കൊല്ലെ ഉറവിടം എന്ന് പറയുന്ന. അത് കണ്ടെത്തിയിട്ടില്ല. എന്നെങ്കിലും കണ്ടുകിട്ടുന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗികളാണെങ്കിൽ അങ്ങ് കടന്നു വരണമേ. അങ്ങ് ശിഷ്യന്മാരെ പ്രതീക്ഷിച്ച് ഗലീലായിൽ ഉണ്ടായിരുന്നല്ലോ. അങ്ങയുടെ കയ്യിലെ മുറിവുകളും കാലിലെ മുറിവുകളും നെഞ്ചിലെ മുറിവുകളും ഈ വചനം കേൾക്കുന്നവർക്ക് ആശ്വാസമാകട്ടെ, ശരണപ്പെടുവാനുള്ള ഒരു ഉറവിടമാകട്ടെ. ആ മുറിവുകളില് ഇവർ തണൽ കണ്ടെത്തട്ടെ. ദുഃഖിതരെ, വിശക്കുന്നവരെ യേശുവിനെ സമീപിക്കാൻ പറഞ്ഞല്ലോ. മലയിലെ പ്രസംഗത്തില്, ഗലീലിയ മിനിസ്ട്രിയില് അങ്ങ് ചെയ്യുന്നതും അത് തന്നെയാണല്ലോ. ആ സുവിശേഷ ഭാഗ്യങ്ങൾ 8 മലയിലെ പ്രസംഗം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ കൃപ ചെയ്യണമേ. ഈ വചനം കേട്ടിരുന്ന ആരെല്ലാം രോഗികളാണോ അവരെ എല്ലാവരെയും ആശീർവദിക്കണമേ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കണമേ. ഈ അവസരത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു, രോഗികളായി കഴിയുന്നവരെ സമർപ്പിക്കുന്നു, നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആമേൻ.